ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന്റെ മറവിൽ വലിയ തോടിനെ നശിപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നു. കേരള കോൺഗ്രസ് എം പ്രതിനിധിയായ ഗ്രാമപഞ്ചായത്ത് അംഗവും മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ജോജി സി എബ്രാഹിം പരസ്യ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയതിന് പിന്നാലെയാണ് വിവിധ സംഘടനകളും വ്യക്തികളും പ്രതിഷേധവുമായി രംഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തോടിനെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടുമായി BJP നേതൃത്വവും രംഗത്ത് എത്തിക്കഴിഞ്ഞു. കുറവലങ്ങാട്ടെ പ്രധാന ജലസ്രോതസ്സായ വലിയതോടിനെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുള്ള വികസനവും ജനനന്മയല്ലെന്നും ഇത് രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടാണ് വ്യക്തമാക്കുന്നതെന്നും BJP ജില്ലാ ട്രഷറർ ടി.എ. ഹരികൃഷ്ണൻ ആരോപിച്ചു. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയും നിക്ഷിപ്ത താൽപര്യങ്ങൾക്കെതിരെയും ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ടി.എ. ഹരികൃഷ്ണൻ മുന്നറിയിപ്പ് നൽകി. പഞ്ചായത്തിന്റെ നിലവിലിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ വലിയ തോടിനെ ഇല്ലായ്മ ചെയ്തിരിക്കുകയാണെന്നും ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് BJP രേഖാമൂലം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തു നൽകിയതായും ടി.എ. ഹരികൃഷ്ണൻ വ്യക്തമാക്കി. ടി.എ. ഹരികൃഷ്ണന്റെ വാക്കുകളിലേക്ക്. കുറവലങ്ങാട് KR നാരായണൻ ബൈപ്പാസ് റോഡിൽ പുതിയതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം കുറവലങ്ങാട് വലിയ തോടിൻ്റെ വീതി കുറച്ചുകൊണ്ട് വലിയ തോടിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കിക്കൊണ്ട് ഉള്ള ഒരു പുതിയ രീതിയിലുള്ള നിർമ്മാണം നിർത്തിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നു. കാരണം വളരെ കാലങ്ങളായിട്ട് ഈ കുറവലങ്ങാട് ജനങ്ങൾ കണ്ടിട്ടുള്ള കുറവലങ്ങാട് വലിയ തോടിൻ്റെ പ്രാധാന്യം ഇല്ലാതാക്കിക്കൊണ്ട് ചില കുറവലങ്ങാട് ഭരിച്ചിട്ടുള്ള പഞ്ചായത്ത് ഭരണസമിതികൾ ഇപ്പോൾ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ള ഈ തീരുമാനം എത്രയും വേഗം പിൻവലിക്കണമെന്നും അല്ലാത്ത പക്ഷം നിയമ നടപടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുൻപോട്ട് പോകുമെന്ന് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.